പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ലാംഗ്വേജ് അറിയാം ബട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. പുതിയൊരു ലാംഗ്വേജ് പഠിക്കാനായിട്ട് അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു സ്പെഷ്യൽ ടാലൻറ്റ് വേണം, അല്ലെങ്കിൽ ഒരുപാട് നാളത്തെ ട്രെയിനിങ് വേണം, പഠനം വേണം എന്നൊക്കെയാണ് പലരുടെയും ധാരണ. ബട്ട് ആസ് എ സ്പീച്ച് തെറപ്പിസ്റ്റ് I can tell you that's not true. The key is understanding how your brain and mouth work together. ആരുടെയും ലാംഗ്വേജ് ലേണിംഗ് ഈസി ആക്കാൻ കഴിയുന്ന സയൻസ് ബാക്ക്ഡ് ആയിട്ടുള്ള ട്രിക്സ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ പുതിയതായിട്ടൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ആദ്യം നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് പറയുന്നത് കറക്റ്റ് ആണോ അതോ പറയാൻ പോകുന്ന കാര്യം തെറ്റായി പോകുമോ എന്നുള്ള പേടി. അല്ലെങ്കിൽ ലാംഗ്വേജ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ പറയുന്നതൊക്കെ കറക്റ്റായിട്ട് പറയണം അല്ലെങ്കിൽ പറയും എന്നുള്ളൊരു ഓവർ എക്സ്പെക്റ്റേഷൻ. മറ്റൊന്നാണ്, നമ്മൾ ഈ പഠിച്ചു വരുന്ന ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കുന്നതിന് പകരം നമ്മളത് മെമ്മറൈസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. അതായത് ലാംഗ്വേജ് ഒരു സ്കൂൾ എക്സാമിന് പഠിക്കുന്നത് പോലെ പഠിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ ആ ലാംഗ്വേജ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ആ അറിവ് യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. റിമെമ്പർ, ലാംഗ്വേജ് ഇസ് എ ടൂൾ, നോട്ട് എ ലിസ്റ്റ്. പിന്നെ വരുത്തുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് പുതുതായിട്ട് പഠിക്കുന്ന ലാംഗ്വേജിലെ ഉച്ചാരണവും മൗത്ത് പ്ലേസ്മെന്റും ഒക്കെ ഇഗ്നോർ ചെയ്യുന്നത്. ചില ലാംഗ്വേജിൽ നമ്മുടെ മൗത്ത് ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലാത്ത സൗണ്ട്സും ഉണ്ടാവാം. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ടങ്ക്, ലിപ്പ്, മറ്റ് ആർട്ടിക്കുലേഴ്സിന്റെ ഒക്കെ പ്ലേസ്മെന്റ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംസാരം അൺക്ലിയർ ആവുകയും ആ ലാംഗ്വേജ് സംസാരിക്കുന്നവർക്ക് നിങ്ങൾ എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ വരികയും ചെയ്യും. ദാറ്റ് മീൻസ് ദ മൗത്ത് മസ്റ്റ് ബി ട്രെയിൻഡ് ലൈക്ക് എ മസിൽ. അപ്പം ആ സൗണ്ടുകൾ കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൗത്ത് ഇതുവരെ മൂവ് ചെയ്തിട്ടില്ലാത്ത രീതിയിൽ മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് പുതിയൊരു ടങ് പൊസിഷൻ ആയിരിക്കാം, പുതിയൊരു ലിപ് ഷേപ്പ് ആയിരിക്കാം, ജോ ഓപ്പണിംഗിൽ ചേഞ്ചസ് ഉണ്ടാവാം, എയർ ഫ്ലോ പാറ്റേണിൽ ചേഞ്ചസും ഉണ്ടാവാം. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ലാത്ത ഒന്നാണെങ്കിൽ അത് നമ്മുടെ മൗത്തിന്റെ മസിൽ മെമ്മറിയിൽ ഉണ്ടാകത്തില്ല. ദാറ്റ് ഇസ് വൈ ട്രെയിനിങ് യുവർ മൗത്ത് ഇസ് ജസ്റ്റ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് ട്രെയിനിങ് യുവർ ബ്രെയിൻ. അപ്പോൾ നമ്മൾ പുതിയ ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മുടെ മൗത്തിന് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്റ്റെപ്സ് നോക്കാം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ലിസൺ കെയർഫുള്ളി. അതായത് ആ ലാംഗ്വേജിലെ നേറ്റീവ് സ്പീക്കർ ആ സൗണ്ട് എങ്ങനെയാണ് കറക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ക്ലിയർ ആയിട്ട് കേൾക്കുക. സെക്കൻഡ് സ്റ്റെപ്പാണ് സ്റ്റഡി ചെയ്ത ടങ് പൊസിഷൻ. അതായത് ടങ്ങിന്റെ പ്ലേസ്മെന്റ് ഹൈ ആണോ, ലോ ആണോ, ഫോർവേഡ് ആണോ, ബാക്ക്വേർഡ് ആണോ എന്ന് കറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യാം. തേർഡ് സ്റ്റെപ്സ് ആണ് ഒബ്സർവ് ദ ലിപ്സ്. അതായത് ലിപ്സ് റൗണ്ടഡ് ആണോ, സ്ട്രെച്ച്ഡ് ആണോ, റിലാക്സ്ഡ് ആണോ നോക്കുക. നാലാമത്തെ സ്റ്റെപ്പാണ് നോട്ടീസ് ദ ജോ. ജോ സ്ലൈറ്റ്ലി ഓപ്പൺ ആണോ, വൈഡ് ഓപ്പൺ ആണോ, ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആണോ എന്നിങ്ങനെ നോട്ടീസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആ സൗണ്ട് സ്ലോലി റിപ്പീറ്റ് ചെയ്യാം. സ്ലോ മോഷനിൽ അത് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ചെയ്യാവുന്ന മറ്റൊരു പ്രാക്ടിക്കൽ മെത്തേഡാണ് നേറ്റീവ് സ്പീക്കർ ആ സൗണ്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് ഒബ്സർവ് ചെയ്തതിന് ശേഷം മിററിന് മുമ്പിൽ നിന്ന് ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് നോക്കുക. അപ്പം എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, നമ്മൾ കറക്റ്റ് ആയിട്ടാണോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കുക. അപ്പം ഏതെങ്കിലും സൗണ്ട് പറയാൻ ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ അതിനുശേഷം സേ ഇറ്റ് സ്ലോ, ക്ലിയർ ആൻഡ് കൺട്രോൾഡ്. ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് സൗണ്ട്സ് പറയുമ്പം അത് ബ്രെയിനും അതുപോലെ തന്നെ മസിൽസിനും ആ മൂവ്മെന്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കാനും അത് മെമ്മറിയിൽ ഫീഡ് ചെയ്ത് വെക്കാനും പറ്റും. അത് ലേണിംഗ് എളുപ്പമാക്കാൻ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. Then the sound become more effortless. ഇനി ലാംഗ്വേജ് പഠിക്കുമ്പോൾ വരുത്തുന്ന മറ്റൊരു മിസ്റ്റേക്ക് ആണ് റിലൈങ് ഓൺ ട്രാൻസ്ലേഷൻ ഇൻസ്റ്റെഡ് ഓഫ് ഇന്റേണലൈസിങ് മീനിങ്. ചിലരെങ്കിലുമൊക്കെ അവരുടെ മദർ ടങ്ങിലുള്ള അതേ രീതിയിൽ മറ്റു ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മലയാള സ്പീക്കർക്ക് എനിക്ക് വെള്ളം കുടിക്കണം എന്ന് ഇംഗ്ലീഷ് പറയണം. അപ്പൊ അതേ രീതിയിൽ തന്നെ അത് പറയുകയാണെങ്കിൽ എങ്ങനെ വരും? ഐ വാട്ടർ ഡ്രിങ്ക് വാണ്ട്. ബട്ട് നാച്ചുറൽ ഇംഗ്ലീഷ് അങ്ങനെയല്ലല്ലോ. ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് സ്പീച്ചിനെ സ്ലോ ആക്കും, അൺനാച്ചുറൽ ആക്കും, അതുപോലെ തന്നെ സ്ട്രെസ്ഫുള്ളും ആക്കും. ആൻഡ് വെൻ യു ഇനർലൈസ് മീനിങ്, വാട്ട് വിൽ ഹാപ്പൻ? യു തിങ്ക് ഡയറക്ട്ലി ഇൻ ദ ലാംഗ്വേജ്. അതായത് വാട്ടർ എന്ന് കേൾക്കുമ്പോൾ യുവർ ബ്രെയിൻ വിഷ്വലൈസ് വാട്ടർ, നോട്ട് ദ മലയാളം വേർഡ് വെള്ളം. So we have to internalize the concept, not the dictionary translation. അപ്പോൾ ഇതുവരെ നമ്മൾ ലാംഗ്വേജ് ലേണിംഗ് ടൈമിൽ അവോയ്ഡ് ചെയ്യേണ്ട മിസ്റ്റേക്സ് ആണ് കണ്ടത്. ഇനി ലാംഗ്വേജ് ലേണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ട്രിക്സ് കണ്ടാലോ. ട്രിക്ക് നമ്പർ 1 ആണ് ട്രെയിൻ യുവർ ഇയേഴ്സ് ബിഫോർ യുവർ ടങ്. പലരുടെയും ധാരണ ലാംഗ്വേജ് ലേണിംഗ് ആരംഭിക്കുന്നത് സ്പീക്കിങ്ങിലൂടെയാണെന്നാണ്. ബട്ട് ഇൻ റിയാലിറ്റി ഇറ്റ് ബിഗിൻസ് വിത്ത് ഹിയറിംഗ്. ഇപ്പൊ നിങ്ങളുടെ ചെവിക്ക് രണ്ട് സൗണ്ട്സ് തമ്മിലുള്ള ഡിഫറൻസ് കേൾക്കാനോ മനസ്സിലാക്കാനോ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സൗണ്ട് ഒരിക്കലും നിങ്ങളുടെ മൗത്തിന് കറക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. ബ എന്ന സൗണ്ടും
പ എന്ന സൗണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് നമ്മൾ കേട്ടത് കൊണ്ടും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് നമുക്കത് കറക്റ്റായിട്ട് പറയാനും സാധിക്കുന്നത്. ദിസ് ഇസ് വെയർ സ്പീച്ച് സൗണ്ട് ഡിസ്ക്രിമിനേഷൻ ബിക്കംസ് ഇമ്പോർട്ടൻറ്റ്. സ്പീച്ച് സൗണ്ട് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ടു ഹിയർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിമിലർ സ്പീച്ച് സൗണ്ട്സ്. നിങ്ങളുടെ ബ്രെയിനിന് ഈ ഡിഫറൻസ് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ടങ്ങിന് അത് പ്രൊഡ്യൂസ് ചെയ്യാനും സാധിക്കത്തില്ല. എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ യുവർ മൗത്ത് ഫോളോസ് ദ ഇയർ. സോ ക്ലിയർ ലിസണിങ് ഉണ്ടെങ്കിൽ ക്ലിയർ സ്പീക്കിംഗ് പോസിബിൾ ആയിരിക്കും. ഇനി ഇയറിനെ ട്രെയിൻ ചെയ്യിക്കാനുള്ള ഒരു സ്മോൾ എക്സസൈസ് കണ്ടാലോ? ഇതാണ് ഫോണീം ലിസണിങ് ഡ്രിൽസ്. ഇതിനായിട്ട് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ലാംഗ്വേജിലെ മിനിമൽ പെയർ വേർഡ്സ് കണ്ടുപിടിക്കുക. അതായത് തമ്മിൽ ചെറിയ വ്യത്യാസം മാത്രമുള്ള വേർഡ്സ്. കട്ട്, ക്യാറ്റ്, ലൈറ്റ്, റൈറ്റ് അതുപോലുള്ളവ. എന്നിട്ട് ഈ വേർഡ്സ് കേൾക്കുക. കേട്ടിട്ട് ഏത് വേർഡാണ് കേട്ടതെന്ന് ഗസ് ചെയ്യുക. ഗസ് ചെയ്ത ശേഷം ഈ വേർഡ്സ് തമ്മിലുള്ള ഡിഫറൻസ് മാത്രം റിപ്പീറ്റ് ചെയ്യുക. ദിസ് സ്ലോലി റീപ്രോഗ്രാം യുവർ ഇയേഴ്സ് ടു നോട്ടീസ് ന്യൂ സൗണ്ട്സ്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ട്രെയിൻ യുവർ ബ്രെയിൻ ടു റിക്കഗ്നൈസ് ദ മെലഡി ഓഫ് ന്യൂ ലാംഗ്വേജ്, ദ സ്പീഡ്, ദ റേസ് ആൻഡ് ഫോൾ ഓഫ് ദ സെന്റൻസ് ആൻഡ് സ്പേസിംഗ് ബിറ്റ്വീൻ ദ വേർഡ്സ്. അതിനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പോഡ്കാസ്റ്റ് കേൾക്കാം, നേറ്റീവ് സ്പീക്കേഴ്സിന്റെ കോൺവെർസേഷൻസ് കേൾക്കാം, സോങ്സ് കേൾക്കാം. ഇതൊക്കെ കേൾക്കുമ്പോൾ repeat the rhythm, note the words, mimic the musical flow even without understanding the words. അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് ഷാഡോയിങ് മെത്തേഡ്. അപ്പോൾ ഈ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ലാംഗ്വേജിന്റെ റിതം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഓർക്കുക, ബേബീസ് ഒക്കെ ലാംഗ്വേജ് ലേൺ ചെയ്യുന്നത് അവർ ലാംഗ്വേജിൽ ലിസൺ ചെയ്യുന്നത് കൊണ്ടാണ്. സോ യു ക്യാൻ ഓൾസോ ഡു ദ സെയിം തിങ്. പിന്നെ വരുന്ന മറ്റൊരു ട്രിക്കാണ് കണക്ട് ഇമോഷണലി നോട്ട് അക്കാഡമിക്കലി. അതായത് അബ്സ്ട്രാക്ട് ഫാക്ടിനെ കഴിഞ്ഞും നമ്മുടെ ബ്രെയിൻ ഓർത്തിരിക്കുക ഇമോഷണൽ എക്സ്പീരിയൻസസ് ആണ്. സോ ലാംഗ്വേജ് പഠിക്കുമ്പോൾ വേർഡ്സിനെ നമ്മുടെ ഫീലിങ്സിനോട് അല്ലെങ്കിൽ എക്സ്പീരിയൻസിനോട് കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. സ്റ്റോറീസിനോട്, സോങ്സിനോട്, കോൺവെർസേഷൻസിനോടൊക്കെ ബന്ധപ്പെടുത്തി പഠിക്കുക. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ലേണിംഗ് ദ വേർഡ് ഹാപ്പി, ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ഇറ്റ് 100 times, think a moment you felt really happy. Then say a word while recalling that memory. Use it in a sentence about your own life. Like, I was happy when I met my friend at the park. ഇങ്ങനെ ഉണ്ടാകുന്ന ഇമോഷണൽ മെമ്മറി നമ്മുടെ ബ്രെയിനിലെ കൂടുതൽ ഏരിയാസിനെ ആക്ടിവേറ്റ് ചെയ്യും. ലൈക്ക് അമിഗ്ഡാല, ഹിപ്പോക്യാമ്പസ്, മേക്കിംഗ് ദം സ്ട്രോങ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ്. ഇനി അടുത്തൊരു ട്രിക്കാണ് യൂസ് സ്പീച്ച് തെറപ്പി റിപ്പീറ്റേഷൻ ലൂപ്സ്. അതായത് വേർഡ്സ് അല്ലെങ്കിൽ സെന്റൻസസ് സ്ലൈറ്റ് വേരിയേഷൻ മാത്രം വരുത്തി റിപ്പീറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഈറ്റ് എന്നുള്ള വേർഡ് ആണെങ്കിൽ നെക്സ്റ്റ് ടൈം അത് പറയുമ്പം ഐ ഈറ്റ്, അതിനുശേഷം വീണ്ടും അതിൽ വേരിയേഷൻ വരുത്തി ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവറി മോർണിംഗ്. അപ്പം ഇങ്ങനെ ചേഞ്ചസ് വരുത്തി പറയുന്നത് മൂലം ഇത് നമ്മുടെ ന്യൂറൽ പാത്വേസിനെ സ്ട്രെങ്തൻ ചെയ്യുകയും ലാംഗ്വേജിലെ സെന്റൻസ് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. സോ പുതിയൊരു ലാംഗ്വേജ് പഠിക്കാൻ യു ഡോണ്ട് നീഡ് എ ടാലന്റ്, യു ജസ്റ്റ് നീഡ് ദ റൈറ്റ് ടെക്നിക്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.